വെൽക്കം ബാക്ക് ടു ഓൾ. ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഓറിയൻറ്റേഷൻ എന്ന പാഠഭാഗത്തെ 6ാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഒരു ഓവർ വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസ് എ ബിൽഡിംഗ് ആണ്. അത് നമ്മൾ താമസിക്കാൻ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണ്. പലതരത്തിലുള്ള ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ അടുത്ത സെക്ഷനിൽ പറയും. അപ്പോൾ ക്ലാസ് എ ബിൽഡിംഗ് ആണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. അത് നമ്മൾ താമസിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി പോർട്ടിക്കോ ആണ് പറയാൻ പോകുന്നത്. പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ് പോർട്ടിക്കോ എന്നത്. നമ്മളെപ്പോഴും പോർട്ടിക്കോ ഉണ്ടാക്കേണ്ടത് നമ്മളിപ്പോൾ ഡയറക്റ്റ് കടന്നു ചെല്ലുന്ന ഭാഗത്താണ്. അതായത് റോഡിൽ നിന്നും നമ്മൾ ആ സ്ഥലത്തേക്ക് ഡയറക്റ്റായിട്ട് കടന്നു ചെല്ലുന്ന ഭാഗത്താണ് നമ്മളെപ്പോഴും പോർട്ടിക്കോ നിർമ്മിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കൂ. ഇപ്പോൾ റോഡാണിത്. ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ കടന്നു ചെല്ലുന്നത് പോർട്ടിക്കോയിലേക്കാണ്. നമുക്ക് റോഡിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം പോർട്ടിക്കോ നിർമ്മിക്കേണ്ടത്. അടുത്തത് സിറ്റ് ഔട്ടാണ് പറയാനുള്ളത്. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിൽ നമ്മൾ ഏറ്റവും പുറത്ത് കാണുന്നതാണ് സിറ്റ് ഔട്ട് അല്ലേ. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻമേറ്റ്സിനെ, അതായത് അതിഥികളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഇതിനു പുറമെ തന്നെ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്? വെയിറ്റിംഗ് സ്പേസ് ഫോർ വിഷൻ, അതായത് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പേസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. നമുക്ക് മാത്രമല്ല, നമുക്ക് പുറമേക്കുള്ള ഒരു വിഷൻ കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയുന്നത്, നമ്മളിപ്പം രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നമ്മൾ കുറേ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലേ. എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ റിക്രിയേഷണൽ ആക്ടിവിറ്റി, കുറേ കളികളൊക്കെ ചെയ്യാറുണ്ട്. അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറമേക്കുള്ള വിഷൻ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലം കൂടിയാണ് സിറ്റ് ഔട്ട്. അടുത്തത് ലിവിങ് റൂം. നമ്മുടെ ഒരു ബിൽഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ലിവിങ് റൂം. കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ 3/4 ഭാഗം ചെലവഴിക്കുന്നത് ലിവിങ് റൂമിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലിവിങ് റൂം വളരെ സ്പേഷ്യസ് ആയിരിക്കണം. അതായത് നല്ല സ്ഥലം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വെൽ ഫർണിഷ്ഡ് ആയിരിക്കണം. അതായത് നല്ല ഫർണിച്ചറൊക്കെ നൽകിയിട്ട് നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിൽ നല്ല ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ലിവിങ് റൂം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കൂ, ഇവിടെ എന്താ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഫർണിച്ചേഴ്സൊക്കെ നല്ല രീതിയിൽ അടുക്കി വെച്ചിട്ടുമുണ്ട്. അടുത്തത് പൂജാ റൂമാണ് പറയാനുള്ളത്. പൂജാ റൂം എന്ന് പറഞ്ഞാൽ എല്ലാ തരം ഡിസ്റ്റർബൻസിൽ നിന്നൊക്കെ മാറി ഉള്ള ഒരു ചെറിയൊരു സ്പേസാണ് നമ്മുടെ പൂജാ റൂം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവരുത്? യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവരുത്. ഇനി അടുത്ത ഡൈനിങ് റൂമാണ്. അപ്പോൾ ഗ്രൂപ്പിംഗ് എന്ന ഭാഗം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൈനിങ് റൂം എപ്പോഴും കിച്ചണിനോട് അടുത്തായിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഡൈനിങ് റൂമിൽ നമ്മൾ ഫോട്ടോസൊക്കെ വെക്കാറുണ്ട്. അതേപോലെ തന്നെ ഡെലീഷ്യസ് ആയിട്ട് വളരെ സ്വാദുറുന്ന ഫുഡുകളൊക്കെ നമ്മൾ വെക്കുന്നൊരു സ്ഥലമാണ് ഡൈനിങ് റൂം. കിച്ചണിനോട് അടുത്താണ്. അടുത്തത് ബെഡ്റൂം. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും നമ്മൾ എവിടെയാണ് ബെഡ്റൂം കൊടുക്കുക? വെസ്റ്റ് ഡയറക്ഷനിലാണ് ബെഡ്റൂം, നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ബെഡ്റൂം വെക്കാറുള്ളത്. അപ്പം ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് പ്രൈവസി നൽകണം അല്ലേ. അപ്പം നല്ല പ്രൈവസി നൽകുന്ന ഒരു സ്ഥലമായിരിക്കണം ബെഡ്റൂം. മാത്രമല്ല നല്ല വെൻറ്റിലേഷനൊക്കെ ആ റൂമിലേക്ക് കിട്ടണം. എപ്പോഴും നോർത്ത് വെസ്റ്റ് ദിശയിലാണ് നമ്മൾ ബെഡ്റൂം വയ്ക്കാറുള്ളത്. അടുത്തത് കിച്ചൺ. കിച്ചൺ എവിടെയാണ് വയ്ക്കുക? നമുക്കറിയാം, കിച്ചൺ ഈസ്റ്റ് ഡയറക്ഷനിലാണ്, കിഴക്ക് ഭാഗത്താണ് കിച്ചൺ വയ്ക്കാറുള്ളത്. കാരണം എന്താ? രാവിലെ ആണെങ്കിൽ നല്ല സൂര്യപ്രകാശം ലഭിക്കും അല്ലേ. അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ കിച്ചൺ ഈസ്റ്റ് ദിശയിലാണ് വയ്ക്കുക. മാത്രമല്ല, നമ്മളിപ്പം കിച്ചണിലൊക്കെ ധാരാളം ഫ്യൂംസ്, വാതകങ്ങളും
പുകയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ബിൽഡിങ്ങിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും റിയർ സൈഡിൽ ബാക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ എപ്പോഴും ഒരുക്കി വയ്ക്കാറുള്ളത്. അടുത്തത് വർക്ക് ഏരിയ. യൂട്ടിലിറ്റി ഏരിയ പ്രൊവൈഡ് അഡ്ജസൻറ്റ് ടു ദ കിച്ചൺ. കിച്ചണിനോടടുത്ത് നിർമ്മിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് വർക്ക് ഏരിയ എന്ന് പറയുന്നത്. സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് സ്റ്റോർ എന്ന് പറയുന്നത്. ഇത് കിച്ചണിനോടടുത്ത്, അടുക്കളയോടടുത്തായിട്ടായിരിക്കണം സ്റ്റോർ നിർമ്മിക്കേണ്ടത്. ആവശ്യത്തിനുള്ള സ്റ്റോറിങ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങളൊക്കെ അതിനുണ്ടാവണം. അടുത്തത് ബാത്റൂം. ബാത്റൂം എന്ന് പറയുന്നത് നമുക്കറിയാം, ബാത്റൂം എന്തിനാണ്? ബാത്തിങ്ങിനാണ് അല്ലേ, കുളിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ബാത്റൂം ഉപയോഗിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഏരിയ, കുറച്ച് ഉണങ്ങിയ ഒരു ഭാഗത്ത് നമ്മൾ എന്തൊക്കെ നിർമ്മിക്കാറുണ്ട്? വാട്ടർ ക്ലോസറ്റ് കൊടുക്കാറുണ്ട്, വാഷ് ബേസിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. അടുത്തത് സ്റ്റഡി റൂം. നമ്മൾ വായിക്കാനും പഠിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു റൂമാണ് സ്റ്റഡി റൂം. അവിടെ നമ്മൾ ബുക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിരിക്കും അല്ലേ. അവിടെ എന്തുണ്ടായിരിക്കരുത്? ഡിസ്റ്റർബൻസ് കുറവാവുന്ന ഒരു സ്ഥലത്തും കൂടി ആയിരിക്കണം നമ്മൾ സ്റ്റഡി റൂം നിർമ്മിക്കേണ്ടത്. ലാസ്റ്റ് വൺ, എൻ്റർടൈൻമെൻറ്റ് റൂം. എൻ്റർടൈൻമെൻറ്റ് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റൂമാണ് എൻ്റർടൈൻമെൻറ്റ് റൂം. അവിടെ നമ്മൾ എന്ത് വയ്ക്കാറുണ്ട്? ഹോം തിയേറ്റേഴ്സും മ്യൂസിക് സിസ്റ്ററൊക്കെ വയ്ക്കാറുണ്ട് നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. ഇനി ഒന്നുകൂടെ ഉണ്ട് നമ്മുടെ, ഇതൊരു ബാത്റൂമിൻ്റെ ഫിഗറാണ് കേട്ടോ. ഇനി ബാൽക്കണിയും കൂടെ ഉണ്ട്. ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതൊരു ഓപ്പൺ സ്പേസാണ്. നമ്മുടെ മുകളിലത്തെ നിലയിൽ കൊടുക്കുന്ന ഓപ്പൺ സ്പേസാണ് ബാൽക്കണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ താഴത്തെ നിലയിലുള്ള ഗ്യാതറിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതാണ് ബാൽക്കണിയുടെ ഒരു പ്രത്യേകത. ഇത്രയും ഭാഗമാണ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലുള്ളത്. ഓക്കെ, താങ്ക് യു.